എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ ലളിത സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പന്തലിങ്കൽ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 547 ശ്ലോകം, 111 ശ്ലോകം, 547 നാമമാണ്. 111 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് കേൾക്കാം. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. ഹരി ഓം. നമസ്കാരം ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വെള്ളപ്പളുങ്കുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യേ നമ. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് 111 ശ്ലോകം, 547 നാമം ബർബരാളക, ദേവിയുടെ ആ കനത്ത ചുരുണ്ട മുടിയുള്ള ആ മുടി ആളകത്തെ കണ്ടിട്ടാണ് നമ്മൾ നിർത്തിയത്. സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് 112 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വിമർശരൂപിണീ വിദ്യ വിയദാദിജഗൽപ്രസൂ സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി. വിമർശരൂപിണീ വിദ്യ വിയദാദിജഗൽപ്രസൂ സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി. ഇവിടെ 548 മുതൽ 552 വരെയുള്ള 5 ശ്ലോകങ്ങളാണ് 112 ഈ നാമങ്ങളാണ് ഈ 112 ശ്ലോകത്തിലുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഒന്നാമത്തത് വിമർശരൂപിണി. വിമർശരൂപിണി, ഇപ്പൊ മലയാളത്തിൽ നമ്മൾ വിമർശിക്കുക എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ധാരണ മറ്റൊരാളെ കുറ്റം പറയുക എന്നുള്ളതാണ്. ഇപ്പൊ വിമർശനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സംസ്കൃത വാക്കാണത്. അതിന്റെ അർത്ഥം നമ്മളൊരു വസ്തുവിനെ പരിശോധിച്ച് അതിന്റെ ഉള്ളിലുള്ള അന്തഃസത്ത എന്താന്ന് അറിഞ്ഞ് അതിനെ പ്രതിഫലിക്കുക, റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ വിമർശനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന പോലെ നെഗറ്റീവ് ആയിട്ടുള്ളതല്ല. ഇവിടെ വിമർശം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ സ്ഫുരണം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. വിമർശം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ സ്ഫുരണം, പ്രതിഫലനം. അപ്പൊ നമ്മൾ ഒരു കാര്യം ഉരച്ചു നോക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വെളിച്ചം, ആ സ്ഫുരണം, അതിനെയാണ് നമ്മൾ വിമർശം അല്ലെങ്കിൽ വിമർശനം എന്നൊക്കെ പറയുന്നത്. അപ്പോ ശരിക്കും അതിന്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് പുറത്തേക്ക് സ്ഫുരിപ്പിക്കുക, അതാണ് വിമർശം. അപ്പോ ശരിക്കും ബ്രഹ്മത്തിന് 2 ഭാവങ്ങളാണുള്ളത്, നമുക്കറിയാം. ഒന്ന് സത്വം, 2 ചിത്തും. സത്ഭാവം എന്താണ്? ബ്രഹ്മത്തിന്റെ അസ്തിത്വമാണ് സത്ഭാവം. ഉണ്മ, അതാണ് ശിവൻ. ബ്രഹ്മത്തിന്റെ അസ്തിത്വമാണ്, ഉണ്മയാണ്, അതാണ് ശിവൻ എന്ന് പറയുന്നത്. ചിത് ഭാവമുണ്ട് ബ്രഹ്മത്തിന്, അതിന്റെ ബാഹ്യ പ്രകാശമാണ്, അതാണ് ശക്തി. ഇതൊക്കെ ഒന്നാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ശിവനും ശക്തിയും പുരുഷനും പ്രകൃതിയും എന്നതാണ് ഈ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനം തന്നെ. അപ്പൊ ശരിക്കും ഇതിന്റെ രണ്ടിന്റെയും പരസ്പരാപേക്ഷയാണ് ഈ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ വിമർശരൂപിണിയാണ് ദേവി എന്ന് പറയുമ്പോൾ ദേവി ഈ ബ്രഹ്മത്തിലിരിക്കുന്ന ആ സത്തിന്റെയും ചിത്തിന്റെയും ഒക്കെ ഉള്ളിലിരിക്കുന്ന ആ അന്തഃസത്ത, ആ പ്രതിഫലിക്കുന്ന പ്രകാശം തന്നെയാണ് ദേവി എന്ന് പറയുന്നത്. അപ്പൊ ദേവി ശരിക്കും പ്രകാശരൂപിണിയാണ് ഇവിടെ. എങ്ങനത്തെ പ്രകാശം? ആ ജ്ഞാനത്തിന്റെ, ബ്രഹ്മത്തിന്റെ ആ ജ്ഞാനം പ്രതിഫലിക്കുന്നത്, പുറത്ത് പ്രതിഫലിക്കുന്നതിന്റെ പ്രകാശമാണ് ദേവി. അതുകൊണ്ടാണ് ദേവിക്ക് വിമർശരൂപിണി എന്ന നാമം. ഇതുപോലെ തന്നെ വാക്ക്, അതുപോലെ അർത്ഥം. ഇപ്പൊ നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം, ഇപ്പൊ നമ്മൾ വിമർശനം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല സംസ്കൃതത്തിൽ എന്താന്ന്.
അപ്പൊ അതിന്റെ അർത്ഥം പറയണം. അതുപോലെയാണ് വാക്ക് ശരിക്കും നമ്മള് ബ്രഹ്മത്തിന്റെ അസ്തിത്വമാണെങ്കിൽ അതിന്റെ ബാഹ്യപ്രകാശമാണ് അതിന്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ ചൈതന്യത്തിന്റെ ആ പ്രകാശ സ്ഫുരണമാണ് എന്ത് ദേവി. അതുകൊണ്ടാണ് ദേവിയെ വിമർശരൂപിണി എന്ന് വിളിക്കുന്നത്. കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പലപ്പോഴും ചൊല്ലുമ്പോൾ ഇത് ഓർക്കണം, എന്നാലാണ് ഈ നാമങ്ങള് മനസ്സിന്ന് മാറാതിരിക്കുള്ളൂ. അത് വിമർശരൂപിണി എന്ന് പറഞ്ഞാൽ ഓർമ്മ നിൽക്കില്ല. അപ്പോ ആ ബ്രഹ്മത്തിന്റെ ചൈതന്യമായിട്ട്, ആ പ്രകാശമായിട്ട്, പ്രതിഫലനമായിട്ട്, സ്ഫുരണമായിട്ട് അത് പ്രതിഫലിക്കുന്നത് എന്താണോ അതാണ് ദേവിയുടെ, ആ ദേവിയെ വിമർശരൂപിണി എന്ന് പറയുന്നു. ശരിക്കും വിമർശനം എന്ന് പറഞ്ഞാൽ ആശയങ്ങളെ ബുദ്ധി കൊണ്ട് ഉരച്ചു നോക്കിയിട്ട് പ്രകാശം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിമർശനം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ദേവി ആ പ്രകാശ രൂപിണി തന്നെയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം വിമർശരൂപിണി. ഇനി അടുത്ത നാമം 549 നാമം വിദ്യ. നമുക്കറിയാം ദേവി വിദ്യാസ്വരൂപിണിയാണ്, ആത്മസ്വരൂപിണിയാണ് ദേവി. മോക്ഷപ്രദായിനിയായ ജ്ഞാനമാണ്. എവിടെയാണ് മോക്ഷം കിട്ടുന്നത്? ആ ജ്ഞാനത്തിനെയാണ് ശരിക്കുള്ള വിദ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ട് നമ്മൾ പഠിക്കുന്നതൊക്കെ ശരിക്കും ഈ നമ്മളുടെ സ്പിരിച്വാലിറ്റിയിലെ ആത്മീയ മാർഗത്തിലത്തെ വിദ്യ എന്ന് പറയുന്നത് എന്താണോ നമ്മളെ ആ സത്തിലേക്ക് നയിക്കുന്നത് അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അവിദ്യയാണ്. അപ്പോൾ ശാസ്ത്രം അവിദ്യയാണ് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ വേദങ്ങൾ അവിദ്യയാണ് എന്നല്ല പറയുന്നത്. ഇപ്പൊ ഒരാള് വേദം കാണാതെ പഠിച്ചു, മുഴുവൻ ചൊല്ലാം, ഒരു കുഴപ്പമില്ലാണ്ട് ചൊല്ലാം. പക്ഷെ ആ വേദത്തിൽ നിന്ന് എന്താണ് ഗ്രഹിക്കേണ്ടത് അത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്പർശിച്ചത് പോലുമില്ല. അപ്പൊ ആ വേദം വിദ്യയാണോ അവിദ്യയാണോ? അവിദ്യയാണ്, തീർച്ചയായിട്ടും അവിദ്യയാണ്. നമ്മൾ ലളിതാ സഹസ്രനാമം എന്നും തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പോലെ വായിക്കുന്നു. ഇനി അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി. എനിക്കറിയാം, ഞാൻ ലളിതാ സഹസ്രനാമം 2 വട്ടം പഠിച്ചതാണ്, 3 വട്ടം പഠിച്ചതാണ്. എന്ത് ഉൾക്കൊണ്ടു? ആ ബ്രഹ്മമാണ് ദേവി, ആ ബ്രഹ്മത്തിന്റെ സ്ഫുരണമാണ് നമ്മൾ. അതാണ് നമ്മളെല്ലാം കണ്ടത്. ആ ബ്രഹ്മാണ്ടം തന്നെ പിണ്ടാണ്ടമായിരിക്കുകയാണ് നമ്മള്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ നാമങ്ങളിലൊക്കെ റിലേറ്റ് ചെയ്ത് വന്നത്. എങ്ങനെയാണ് ബ്രഹ്മം ഉറവെടുത്തിരിക്കുന്നതോ, ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെയാണ് ബ്രഹ്മാണ്ടം ഉണ്ടായത്, ആ പഞ്ചതത്വങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പഞ്ചതന്മാത്രകളെ കുറിച്ചും ശരീരത്തിലുണ്ടായിരുന്ന പ്രാണനെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായി പഠിച്ചത് അതുകൊണ്ടാണ്. കാരണം അത് തന്നെയാണ് നമ്മള് അതിന്റെ രൂപമാണെന്ന് മനസ്സിലാക്കുന്ന ആ അവസ്ഥയിലെത്തുന്നതാണ് ജ്ഞാനം. ആ ജ്ഞാനം കിട്ടുന്നതാണ് ശരിക്കും എന്താ പറയേണ്ടത്, പരാവിദ്യ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനമാണ് പരാവിദ്യ. അപ്പൊ ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല, ഒന്നിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആളുകള് ഇങ്ങനെ വല്ലയിടത്തും പോയി ഇരിക്കുന്നത് കാണാം നമുക്ക്. രമണ മഹർഷി ആ ബ്രഹ്മജ്ഞാനം കിട്ടിയപ്പോ തിരുവണ്ണാമലയിലുള്ള ഒരു ഗുഹയിൽ പോയിരുന്നു എന്നാ പറയുന്നത്, ചെറുപ്പക്കുട്ടിയായിരിക്കുന്ന ആ ബാലൻ. അപ്പൊ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ആ ജ്ഞാനം കിട്ടിയതാണത്. അപ്പൊ അതുപോലെ ബ്രഹ്മജ്ഞാനം കിട്ടിയ ശ്രീരാമകൃഷ്ണ പരമഹംസര് ഒരു ഭ്രാന്തനെ പോലെ നിന്ന് നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നമ്മൾക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. ഈ പ്രപഞ്ച സത്യം മനസ്സിലാക്കിയ ഒരാൾക്ക് ഇവിടുത്തെ മായകളിൽ ഒന്നും താല്പര്യം വരില്ല. അത് മനസ്സിലാക്കത്തിടത്തോളം കാലമാണ് നമ്മളൊക്കെ ഇങ്ങനെ മായയിൽ കുരുങ്ങിയിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടത്. അത് വേണ്ട എന്നല്ല പറയുന്നത്, നമ്മുടെ കർമ്മം കഴിയുന്നത് വരെ നമ്മൾക്കത് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ആ പുരുഷാർത്ഥത്തിലേക്കുള്ള ഒരു പ്രയാണമാണിതെല്ലാം എന്ന് മനസ്സിലാക്കണം. അതാണ് വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ഇപ്പൊ ഇന്നലെ നമ്മള് കൽപ്പവാസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. കൽപ്പവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ പോയതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കുംഭമേളയ്ക്ക്. ഇപ്പോ കഷ്ടി 25 ലക്ഷത്തോളം ആളുകളാണ് കൽപ്പവാസികളായിട്ട്. 40 ചതുരശ്ര കിലോമീറ്റർ ആണ് സംഗമത്തിന് ചുറ്റുമുള്ള ഭൂമി. 40 ചതുരശ്ര കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നീളം മാത്രമേ ഉള്ളൂ, ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും. അപ്പൊ എത്ര വലിയ സ്ഥലമാണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം. 40 ചതുരശ്ര കിലോമീറ്റർ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ബറോഡയുടെ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെ പോകാൻ നമുക്ക് മാക്സിമം 15 അല്ലെങ്കിൽ 18, 20 കിലോമീറ്ററേ പോകണ്ടുള്ളൂ. ഇപ്പൊ ബറോഡ പോലത്തെ ഒരു സിറ്റി പോലും ഒരു 20 ചതുരശ്ര കിലോമീറ്ററേ കാണുള്ളൂ. അതിന്റെയും എത്രയോ വലുതായിരുന്നു ഈ ഭൂമി അവിടെ ഉള്ളത്. അവിടെ മുഴുവൻ അതിന്റെ ഓരോ തീരങ്ങളിലും ഓരോ പാലങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം അടുപ്പിച്ച് സംഘത്തിലേക്ക് വരുന്നത് പോലെ ആക്കി അവിടെ എല്ലാം ഓരോ ആശ്രമങ്ങളും ആ ആശ്രമങ്ങളിലെ അധിഷ്ഠാന ഗുരുക്കള് സ്ഥാപിച്ചിരിക്കുന്ന അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുന്ന ധാരാളം ചെറിയ 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 കുടീരങ്ങള്, നമ്മളൊരു താമസിക്കുന്ന പോലത്തെ വലിയ ടെന്റ് സിറ്റി ഒന്നും അല്ല, അത് വേറെ ലക്ഷറിയസ്
ആളുകൾക്ക് താമസിക്കാനുള്ളതാണ്. അതിനകത്ത് താമസിച്ച് ഇങ്ങനെ ഈ ഒരു മാസം, ആ മാഘമാസം മുഴുവൻ എല്ലാറ്റിൽ നിന്നും അകന്ന്, അവർ വ്യാപാരികളാണ്, അവർ ഗൃഹസ്ഥരാണ്, അതെല്ലാം ഉപേക്ഷിച്ച് ഒരൊറ്റ ചിന്ത, രാവിലെ എണീക്കുക, ഗംഗാസ്നാനം ചെയ്യുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഗായത്രി ജപിക്കുക, അതിനുശേഷം അല്പാഹാരം മാത്രം കഴിക്കുക. അത് കഴിഞ്ഞ് ഈ ഗുരുക്കളൊക്കെ നടത്തുന്ന ഭാഗവത യജ്ഞവും രാമായണവും രാമചരിതമാനസവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം കേൾക്കുക, മൗനം പാലിക്കുക. അങ്ങനെ ദിനചര്യയോടുകൂടി 30 ദിവസം ഒന്നും ഇല്ലാതെ നമ്മളെ ദൈവത്തിൽ മാത്രം, മറ്റൊരു ചിന്തയും ഇല്ലാതെ താമസിക്കുന്ന. ഇതൊക്കെ എന്തിനാണ് താമസിക്കുന്നത്? കാരണം ആ മനസ്സിനെ ശുദ്ധമാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അമ്പലത്തില് എല്ലാ വർഷവും പ്രതിഷ്ഠാ പൂജ നടക്കുന്നത് പോലെ ആ തന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ആ വേദമന്ത്രോച്ചാരണങ്ങളാൽ ആ ചൈതന്യത്തെ വീണ്ടും ആ മൂർത്തിയിലേക്ക് ആവാഹിച്ച് 11 മാസം ആ ഒരു പൂജയ്ക്ക് ശേഷം പിന്നെ 12 മാസവും ആ ചൈതന്യം അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആസുരികതയെ മുഴുവൻ അമർത്തി ആ ദൈവികതയെ, അതിന്റെ ആ ദേവീ ചൈതന്യത്തെ, അല്ലെങ്കിൽ ആ ബ്രഹ്മ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ മൂടുകയാണ് മായകൊണ്ട്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസത്തെ കൽപ്പവാസവും അതുപോലെ 41 ദിവസത്തെ ശബരിമല വ്രതവും അതുപോലെ തന്നെ ശ്രാവണ മാസവും ഒക്കെ എല്ലാവരും ചെയ്യുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അവിടെ പോയി താമസിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മള് ഇതെല്ലാം വായിച്ചിട്ടോ ഒന്നുമില്ല. കുറച്ചെങ്കിലും മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ മോക്ഷത്തിനുള്ള പാത, അതിലേക്കുള്ള ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് വിദ്യ. അപ്പൊ വിദ്യാസ്വരൂപിണിയാണ് ദേവി. യാതൊന്ന് നമ്മളെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നുവോ അതാണ് യഥാർത്ഥ വിദ്യ. ആ വിദ്യയുടെ സ്വരൂപമാണ് ദേവി. അതുകൊണ്ട് ദേവി വിദ്യാസ്വരൂപിണി. ഇനി 550 നാമം നോക്കാം. വിയതാദി ജഗൽ പ്രസൂഹു. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. അപ്പോ ആകാശം, വിയതാദി, ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ, ആകാശം തുടങ്ങിയിട്ടുള്ള ജഗത്തിനെ പ്രസൂഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ചത്. അപ്പൊ വിയത്, ആകാശം തുടങ്ങിയ ജഗത്തിനെ പ്രസവിച്ചത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ നാമങ്ങൾ പഠിച്ചപ്പോ, പഞ്ചതന്മാത്രകൾ പഠിച്ചപ്പോ, നമ്മൾ ആദ്യം എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? കണ്ഠസ്ഥാനത്ത് നിന്നാണ് നമ്മൾ ചക്രം തുടങ്ങിയത്, അല്ലെ? വിശുദ്ധി ചക്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. വിശുദ്ധി ചക്രത്തിലുള്ള ദേവിയാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടത്. കാരണം എന്തായിരുന്നു? ബ്രഹ്മ തത്വത്തിലേക്ക് പോവാനുള്ള ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് കണ്ഠസ്ഥാനം. കണ്ഠസ്ഥാനത്ത് ദേവി ഇങ്ങനെ 50 അക്ഷരങ്ങളായിട്ട് വിളങ്ങി നിൽക്കുകയാണ്, ഉപദേവതകളായിട്ട്. അപ്പൊ ആ കണ്ഠസ്ഥാനത്ത് വസിക്കുന്ന ദേവി നമ്മളുടെ ശുദ്ധ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ സ്ഫുരണങ്ങളാണ്. ആകാശമാണ് അവിടുത്തെ പിന്നെ എന്താ പറയുക, അടിസ്ഥാനം കണ്ഠത്തിലെ. അപ്പൊ ആകാശം ആണ് അവിടെയുള്ളത്. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്. സ്പേസിൽ നിന്നാണ് പിന്നെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ആകാശത്ത് നിന്ന് വായു ഉണ്ടാവുന്നു, വായുവിൽ നിന്നും അതിനുശേഷം അഗ്നി ഉണ്ടാവുന്നു, അഗ്നിയിൽ നിന്നും ജലം ഉണ്ടാവുന്നു, ജലത്തിൽ നിന്നും പൃഥ്വി ഉണ്ടാവുന്നു, പൃഥ്വിയും പിന്നെ ഈ 5 തത്വങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ ജന്തു സസ്യജാലങ്ങളും ചരാചരങ്ങളും ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. അല്ലാണ്ട് നമ്മൾ ഈ കാണുന്ന നീല ആകാശത്തിനെയല്ല പറയുന്നത്. ഈ ബ്രഹ്മത്തിലുള്ള ആ സ്പേസിനെയാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പൊ ആത്മസ്വരൂപിയായിട്ടുള്ള ബ്രഹ്മമാണ് ആകാശം. ആ ആകാശത്തിന് ആ ബ്രഹ്മമാണ് ആദ്യം ആകാശമായി പരിണമിക്കുന്നത്. അതിനുശേഷം വായു ആകുന്നു, വായു ഉണ്ടാകുന്നു, അതിനുശേഷം അഗ്നി ഉണ്ടാകുന്നു, അതിനുശേഷം ജലം ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് പൃഥ്വി ഉണ്ടാകുന്നു, അവിടുന്ന് ചരാചരങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ഠചക്രമായിരുന്നു. അവിടെ ഓരോ ചക്രങ്ങൾ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. വിശുദ്ധി ചക്രത്തിൽ നിന്നും മൂലാധാര ചക്രത്തിലേക്ക് 5 ചക്രങ്ങളാണ്. അത് കഴിഞ്ഞ് ഭ്രൂമധ്യസ്ഥാനത്തിലുള്ള ആജ്ഞാചക്രം മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. അപ്പോ വിയതാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശമാണ് ആദ്യം ഉണ്ടായത്. അപ്പൊ ആകാശത്തിൽ നിന്നും, ആകാശം തുടങ്ങിയിട്ടുള്ള ജഗത്തുകളെ, എത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം ഇൻ ദ സെൻസ് എത്രയോ, ഇപ്പൊ മിൽക്കി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഗ്രഹങ്ങളുണ്ട് അവിടെ. ഭൂമി അല്ലെങ്കിൽ ഈ സൗരയൂഥം മാത്രമല്ല, എത്രയോ സൗരയൂഥങ്ങളുണ്ട്, കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ സൗരയൂഥം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ആകാശാദികളായിട്ടുള്ള ഈ സർവ്വ ജഗത്തിനെയും പ്രസവിച്ചത്, അമ്മയായത്, സൃഷ്ടിച്ചത് ആരാണ്? ദേവിയാണ്. അതുകൊണ്ടാണ് ദേവിക്ക് വിയതാദി ജഗൽ പ്രസൂ എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നത്. എത്ര മനോഹരമായ നാമമാണ് നോക്കൂ. ഇപ്പൊ വിശുദ്ധി ചക്രത്തില് ഒരു മുഖമായിരുന്നു, കാരണം ആകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയത്ത് മൂലാധാര ചക്രത്തിൽ എത്തിയപ്പോഴേക്കും 5 മുഖമായി ദേവിക്ക്. കാരണം പ്രപഞ്ചമായി വികസിച്ചു. മൂലാധാരത്തിലാണ് അധിഷ്ഠാന ദേവതയായിട്ട് പ്രഥമ ഈശ്വരനായ ഗണപതി ഇരിക്കുന്നത്.
അവിടുന്നാണ് എല്ലാ കർമ്മങ്ങളും തുടങ്ങുന്നത്. മൂലാധാരമില്ലെങ്കിൽ കർമ്മമില്ല. മൂലാധാരം സ്ഥിരമായിരിക്കണം, എന്നാലാണ് കർമ്മങ്ങൾ നടക്കുള്ളൂ. അപ്പൊ എല്ലാ സൃഷ്ടി കർമ്മങ്ങൾ നടക്കുന്നത് മൂലാധാര ചക്രത്തിൽ നിന്നാണ്. അപ്പോ അവിടെ 5 മുഖങ്ങളാണ്, കാരണം പഞ്ചധാതുക്കളും അവിടെ കൂടിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദേവിയുടെ നാമം അതുകൊണ്ട് വിയതാദി ജഗൽ പ്രസൂഹു. അപ്പൊ ദേവിയാണ് വിയത്ത് അഥവാ ആകാശം തുടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദേവിക്ക് നമസ്കരിച്ചുകൊണ്ട് 551 നാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവവ്യാധി പ്രശമനി. എളുപ്പമുള്ള നാമാണ്. വ്യാധി എന്ന് പറഞ്ഞാൽ രോഗം. പ്രശമനി പ്രകർഷേണ ശമിപ്പിക്കുന്നവൾ. പ്രശമനൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, പ്രശമനി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. പ്രശമനി എന്ന പ്രകർഷേണ നന്നായിട്ട് ശമിപ്പിക്കുന്നവളാണ്. അപ്പൊ വ്യാധികളെല്ലാം, വ്യാധി ആദി കൂടുമ്പോൾ വ്യാധി ഉണ്ടാവും. വ്യാധി അതെല്ലാ വ്യാധികളും പ്രകർഷേണ ശമിപ്പിക്കുന്നവളാണ്. രോഗാനശേഷാൻ അപഹംസി തുഷ്ടാൻ എന്നാണ് ദേവി മഹാത്മ്യത്തിൽ പറയണത്. ദേവി തുഷ്ടയായാൽ എങ്ങനെയാണ്? രോഗാൻ അശേഷാൻ. ദേവിയെ തുഷ്ടയാക്കി കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളെയും ദേവി നിശേഷമായിട്ട് നശിപ്പിക്കുന്നുവാണ്. അപ്പോ ആദിയും വ്യാധിയും രണ്ടും ദേവി ഭജനം കൊണ്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ദേവി സർവവ്യാധി പ്രശമനി. അപ്പോ ശരിക്കും നമ്മള് മായയാൽ ഇങ്ങനെ മൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വ്യാധികൾ ഉണ്ടാക്കും. വ്യാധി കൊണ്ടാണ് പലപ്പോഴും. വ്യാധി ഇല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം ഉണ്ടെന്ന് അറിയില്ല. ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അസുഖം ഉണ്ടെന്ന് അറിയും. അതില്ലാണെങ്കിൽ അത് അങ്ങനെ പോയിക്കോളും. അത് അതുപോലെ തന്നെ. പക്ഷെ ചെറിയ കാര്യം പോലും നമ്മളെ വ്യാധിയാണ്. അസുഖം വന്നാൽ എന്ത് ചെയ്യും, എങ്ങനെ മക്കളെ നോക്കും, എങ്ങനെ വീട്ടുകാര്യം നോക്കും, എന്നെ ആര് കൊണ്ടുപോകും ആസ്പത്രിയില്, അല്ലെങ്കിൽ എന്റെ കാര്യം എന്താവും, എനിക്ക് മരണം വന്നാലോ, അല്ലെങ്കിൽ ശയ്യാവലംബി ആയാലോ ഞാൻ. ഇങ്ങനെ നമുക്ക് വ്യാധി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആദി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വ്യാധിയായി മാറുന്നത്. അപ്പൊ ദേവീ ഭജനം ഏറ്റവും നല്ലതാണ് ആദി നശിപ്പിക്കാൻ. ആദി പോയി കഴിഞ്ഞാൽ വ്യാധികളൊന്നും വരില്ല എന്നുള്ളതാണ്. വന്നാലും നമ്മുടെ കാലം കഴിയുന്നത് വരെ അതിനെ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് അതിന്റെ നിലയ്ക്ക് നിന്നോളും. അപ്പൊ ക്യാൻസർ വന്ന ആളുകൾ പോലും രക്ഷപ്പെടുന്നത് അവർക്ക് ആദി ഇല്ലാത്തതുകൊണ്ടാണ്. ആദി ഉണ്ടെങ്കിൽ പാമ്പ് കടിച്ചു, കയറ് കണ്ടാൽ മതി. വേദാന്തം പറഞ്ഞു തരുന്നതാണ്. പാമ്പും കയറും വെളിച്ചം വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കയറാണത്, പാമ്പല്ലാന്ന്. പക്ഷെ ആ കയറ് തട്ടിയിട്ട് ഒരു ചെറിയ പോറലുണ്ടായാലും ആ വെളിച്ചമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പാമ്പാണെന്ന് കരുതി പേടിച്ച് മരിക്കാനും അത് മതി എന്നുള്ളതാണ്. അപ്പോ ആദിയും വ്യാധിയും അകറ്റും ദേവി. അതുകൊണ്ട് ദേവി സർവവ്യാധി പ്രശമനി. ഇനി 552 നാമം സർവമൃത്യു നിവാരിണി. മൃത്യുവിനെ ആർക്കും തടയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്നത്. കാലമൃത്യുണ്ട്, അകാലമൃത്യുണ്ട്. അപ്പൊ പലപ്പോഴും നമുക്ക് കർമ്മദോഷങ്ങൾ വന്നിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ദോഷങ്ങൾ കാരണം മൃത്യു സംഭവിക്കുമ്പോൾ അത് അകാല മൃത്യുവായിട്ട് മാറും. ഇപ്പോ ചില രാശികളുടെ ഒക്കെ കുഴപ്പം കാരണം അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ദേവി ശരിക്കും കാലമൃത്യു എന്തായാലും മരിച്ചു പോണം. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനനം സംഭവിക്കും. അപ്പൊ വീണ്ടും മൃത്യു ഉണ്ടാവും. പിന്നെയും ജനിക്കും, പിന്നെയും മരിക്കും. ഇങ്ങനെ ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി എന്നാണ് പറയണത്, അല്ലെ? ഹരിനാമ കീർത്തനത്തില്. അപ്പോ ഗർഭസ്ഥനായി ഭൂമി ജനിച്ചും മരിച്ചും ഉദകപ്പോള. നമുക്ക് തോന്നും 90 വയസ്സ് വരെ ജീവിച്ചു പോകുന്നൊക്കെ, അല്ലെങ്കിൽ നമുക്ക് തോന്നും അയ്യോ വേഗം മരിച്ചുപോയി എന്നൊക്കെ. പക്ഷെ അതെല്ലാം ഉദകപ്പോള പോലെയാണ്. അടിയിന്ന് വന്നത് ആ കുമിളകളാണ് ജലാശയത്തിലെ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും, പിന്നെയും കുമിളകൾ ഉണ്ടാവും, പിന്നെയും പൊട്ടിപ്പോവും. ഇങ്ങനെയാണ്. അപ്പൊ ഈ ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മോക്ഷസിദ്ധി വേണം, കൈവല്യം വേണം. ആ കൈവല്യം വേണമെങ്കിൽ സർവമൃത്യുവും പോയി കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ദേവിയെ ഭജിച്ചിട്ട് ആ കുളാമൃതം രസിക്കാനുള്ള, ആ ബ്രഹ്മ തത്വം അറിയാനുള്ള ആ കഴിവ് ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തില് ഒരുപക്ഷെ നമുക്ക് ബ്രഹ്മതത്വം അറിയാൻ പറ്റും. ഇപ്പൊ ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിൽ, പലർക്കും പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. ദേവിക്ക് കഴിയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സർവമൃത്യുവിനെയും ദേവിക്ക് എല്ലാ കാലങ്ങളിലും ഈ ജനന മരണ ചക്രത്തിൽ പെട്ട് ഉഴലുന്ന നമ്മൾക്ക് എല്ലാ മൃത്യുവും മാറ്റിത്തന്ന് അങ്ങനെ പുനർജന്മമില്ലാത്ത ആ കൈവല്യാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റും. രണ്ടും ദേവി ഭജനം കൊണ്ട്. അകാല മൃത്യു മാറ്റിത്തരാൻ ദേവിക്ക് പറ്റും. അതുപോലെ തന്നെ കാലമൃത്യുവിൽ പെട്ട് ഉഴലുന്ന മനുഷ്യനെ
നേർവഴിക്ക് നയിച്ച് പദത്തിലേക്ക് എത്തിക്കാൻ ദേവിക്ക് പറ്റും. അതുകൊണ്ട് ദേവി എന്താണ്? സർവമൃത്യു നിവാരിണി. ഇനി ഇതോടുകൂടി ഈ ശ്ലോകം കഴിഞ്ഞു. ഇനി നമുക്ക് 113 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അഗ്രഗണ്യാ ചിന്ത്യരൂപ കലികന്മഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. എന്താണ്? അഗ്രഗണ്യ അചിന്യരൂപ എന്നാണ് ഇവിടെ വായിക്കുമ്പോ അചിന്യരൂപ എന്ന് മനസ്സിൽ വരണം. അഗ്രഗണ്യ അചിന്യരൂപ കലികന്മഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. ഇവിടെ അഗ്രഗണ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഗ്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിലുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും മുമ്പേ ഉള്ളതിനാണ് അഗ്രം എന്ന് പറയുന്നത്. അറ്റം എന്നാണ് നമ്മൾ പറയുക മലയാളത്തില്. അപ്പൊ ഏറ്റവും മുന്നിലുള്ളതാണ് അറ്റം, അല്ലെ? അപ്പോ ഏറ്റവും മുന്നിലാണ്, ഏറ്റവും മുന്നിൽ ഗണിക്കപ്പെടുന്നതാണ് ദേവി. നമ്മൾ പല നാമങ്ങളിലും കണ്ടു ദേവി തന്നെയാണ്, എല്ലാം ദേവി തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാലും വീണ്ടും വീണ്ടും പറയാണ് അഗ്രഗണ്യാണ് ദേവി. ഏറ്റവും മുന്നില് സകല ദേവതകൾക്കും സകല ദേവീദേവന്മാർക്കും ഒക്കെ മുന്നിൽ ആദ്യം ഗണിക്കേണ്ടത് ആരാണ്? ദേവി തന്നെയാണ്. എല്ലാറ്റിനും മുന്നെയാണ് ദേവി. ദേവിയാണ് സർവ ജഗത്തിനും മൂലകാരണം, ജനനിയാണ് ദേവി. ആ ബ്രഹ്മമായിരിക്കുന്ന ശിവനില് ആ ശക്തി ചേരുമ്പോഴാണ് പ്രളയാവസാനം, പ്രളയം കഴിഞ്ഞതിന് ശേഷം ആ ഈ ബ്രഹ്മാണ്ടത്തിന് അതിന്റെ സൃഷ്ടി നടക്കുന്നത്. അപ്പൊ ദേവി തന്നെയാണ് എല്ലാറ്റിനും കാരണം. അതുകൊണ്ട് ദേവന്മാരെയും ത്രിമൂർത്തികളെയും ഒക്കെ മുഖ്യ ആരാണ്? ദേവി തന്നെയാണ്. ഈ പ്രപഞ്ച നാടകത്തിന്റെ സൂത്രധാരയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ എന്ത് പറയുന്നു? അഗ്രഗണ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഓം അഗ്രഗണ്യായേ നമ. എത്ര പറഞ്ഞാലും മതിയാവില്ല എന്തുകൊണ്ടാണ് ദേവി അഗ്രഗണ്യ എന്നുള്ളത്. അടുത്ത നാമത്തിലേക്ക് പോവാം. 554 നാമം അചിന്യരൂപ. അചിന്യരൂപ ദേവിയെ പറ്റി നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടു. വശിന്യാദി ദേവതകള് ഇങ്ങനെ എല്ലാ ദേവിയുടെ ബാഹ്യ സ്വരൂപങ്ങളൊക്കെ നമുക്ക് വിവരിച്ചു തന്നു. ഓരോന്നും ആ ശിരസ് മുതൽ, ചിദഗ്നികുണ്ട സംഭൂതയായിട്ടുള്ള ദേവിയുടെ ശിരസ് മുതൽ നഗതീതി സംശ്ചന്ന നമജ്ജന തമോ ഗുണ എന്ന് പറയുന്ന നമസ്കരിക്കുന്ന തമോ ഗുണങ്ങളുള്ള എല്ലാവരുടെയും ആ തമോ ഗുണങ്ങളൊക്കെ നമസ്കരിക്കുന്ന, ഭക്തിയോടെ നമസ്കരിക്കുന്ന ആ ആളുകളുടെ ആ തമോ ഗുണങ്ങളൊക്കെ ആ നഖദീതിഥി, ദീതിഥി എന്ന് പറഞ്ഞാൽ പ്രകാശം, ദേവിയുടെ നഖത്തിൽ നിന്നും വരുന്ന പ്രകാശം എങ്ങനെയാണ് മോക്ഷം. അപ്പൊ അത്രയും നമ്മൾ വിവരിച്ചു നമ്മളെ. പക്ഷെ അതൊക്കെ ആ ഉപമയൊന്നും, അനുപമ എന്നുള്ള ദേവിയുടെ നാമം ഇതിന്റെ മുന്നേ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ ദേവിയെ വർണ്ണിക്കാനൊന്നും ആർക്കും പറ്റില്ല, ഉപമിക്കാനും പറ്റില്ല. കാരണം ദേവി നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. ദേവി മനോവാചാമഗോചരയാണ്. 415 നാമത്തിൽ നമ്മൾ കണ്ടു. മനസ്സിനും വാക്കുകൾക്കും അഗോചരമാണ്, അതിന്റെയൊക്കെ അപ്പുറത്താണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അറിയാനാകാത്തവളാണ് ദേവി. നാമരൂപ വിവർജിത എന്ന് കണ്ടു നമ്മൾ ദേവിയുടെ നാമം. 300 നാമം. നാമവും രൂപവും ഒന്നുമില്ല ദേവിയെ. കാരണം ഈ ബ്രഹ്മാണ്ടം തന്നെ ദേവിയാണ്. അപ്പൊ പിന്നെ ഒന്നും ബാക്കിയില്ല. അപ്പൊ അതുകൊണ്ട് സർവ പ്രപഞ്ചവും ദേവീ രൂപമാണ്, അല്ലെ? സർവവും ദേവിയുടെ പ്രതിഭാസം അല്ലെങ്കിൽ പ്രതിഫലനമാണ്. അതിനാൽ ദേവി എന്നത് എന്താണ്? അചിന്യമാണ്. അവിടെ എത്തണം നമ്മള്. ആ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ച ആ രൂപത്തിൽ നിന്നും ഈ ബ്രഹ്മമാണ് ഒരു ബിന്ദുവിലേക്ക് എത്തണം. അത് ബിന്ദു പറഞ്ഞാൽ ഇൻഫിനിറ്റിലേക്ക് പോവും. അത് അപ്പോ രൂപത്തിൽ നിന്നും രൂപമില്ലാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക്, നമ്മളും പ്രപഞ്ചവും ദേവിയും എല്ലാം ഒന്നാണെന്നുള്ള ആ മഹത്തായ ആ ധാരണയിലേക്ക് എത്തണം. അതാണ് അചിന്യരൂപ എന്ന് ദേവിയെ വിശേഷിപ്പിക്കാൻ കാരണം. ദേവിയെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ കാണുന്നത് മാത്രം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമേ നമ്മൾക്ക് അറിവ് കിട്ടുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത്രയും പഠിച്ചപ്പോ. അത് ഒന്നുമില്ല എന്നുള്ളതാണ്. ഒന്നുമില്ല എന്ന്. ബ്രഹ്മത്തെ മുഴുവൻ ഞാൻ പഠിച്ച് സയൻസിൽ വ്യാഖ്യാനിക്കും എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, അത് സയൻസ് ഒക്കെ എത്ര വലുതായാലും നമ്മുടെ ന്യൂറോണിന്റെ 20% പോലും നമുക്ക് വികസിപ്പിക്കാൻ പറ്റില്ല. സയൻസ് വേണം, എല്ലാം വേണം. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും അചിന്യമാണ് ആ ബ്രഹ്മം എന്നുള്ളത്. അതുകൊണ്ട് ദേവി അചിന്യരൂപ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 555 നാമം കലികന്മഷനാശിനി. കലികന്മഷനാശിനി. ഇപ്പോ കലിയുഗത്തിലെ കന്മഷങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം
കലികന്മഷനാശിനി. കാലം എന്താണ്? കാലം ശരിക്കും ഒരു പ്രഹേളികയാണ്. എന്താന്ന് തന്നെ നമുക്ക് അറിയില്ല അത് കാലം എന്താന്ന്. കാരണം ശരിക്കും അദ്വൈതത്തിൽ കാലമില്ല. രണ്ടുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കാലമില്ല. ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മമേ ഉള്ളൂ, പിന്നെ കാലമില്ല. ബ്രഹ്മം എന്നും ഉണ്ട്, അപ്പൊ പിന്നെ കാലമില്ല. കാലം എങ്ങനെ ഉണ്ടാവുന്നത്? ആ, ഒരു കൊല്ലം, ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു മിനിറ്റ്, ഒരു ബ്രഹ്മാവിന്റെ പകല്, ഒരു ബ്രഹ്മാവിന്റെ രാത്രി, ഒരു നൈമിത്തിക പ്രളയം, പിന്നെ ഒരു മഹാപ്രളയം. ഇങ്ങനെ പോണു കാലം. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കാരണം നമ്മളും ഈ ബ്രഹ്മവും വേറെയാണെന്ന് ചിന്തിക്കുമ്പോൾ അത് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ശരിക്കും കാലം എന്നുള്ളത് ഒരു പ്രഹേളികയാണെന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മള് ശരിക്കും ഉറങ്ങുകയാണ്. ആ തുര്യാവസ്ഥയിലേക്ക് മുന്നേയുള്ള സുഷുപ്തിയുടെ അവസ്ഥ. സ്വപ്നം ഒന്നും കാണില്ല, ജാഗ്രത ആണ് ഇപ്പോ. ജാഗ്രത നിന്നും നമ്മൾ സ്വപ്നാവസ്ഥയിലേക്ക് പോവും, സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിലേക്ക് പോവും, സുഷുപ്തിയിൽ നിന്നും തുര്യാവസ്ഥയിലേക്ക് പോവും. അപ്പോ ആ സുഷുപ്തി അവസ്ഥയില് ഒരു ചിന്തയുമില്ല. ശരീരവും ഉണ്ടോ ഇല്ലയോ ഒന്നും ചിന്തയില്ല. നമ്മുടെ അടുത്ത് കിടക്കുന്നത് പട്ടിയാണോ, പശുവാണോ, നമ്മുടെ സഹധർമ്മിണിയോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പതിയാണോ, അതോ സിംഹമാണോ, ഒന്നും പ്രശ്നമല്ല. കാരണം എന്താണ്? രണ്ടുമല്ല, നമ്മൾ ബ്രഹ്മത്തില് ലയിക്കുകയാണ്. ബ്രഹ്മാവിന്റെ നൈമിത്തിക പ്രളയം പോലെ, ഉറക്കം പോലെ തന്നെ നമ്മളുടെ തന്നെ പ്രളയമാണ് നമ്മുടെ സുഷുപ്തി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ റീജുവനേറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രളയം അല്ലെങ്കിൽ ലയം എന്നും നടക്കുന്നുണ്ട്. അതുപോലെയാണ് കാലവും. അപ്പൊ കാലത്തില് 4 യുഗങ്ങളില് കലിയുഗത്തിലെ ധർമ്മം ഏറ്റവും ശോഷിക്കുമെന്ന് നമ്മൾ ഭാഗവതത്തിൽ കണ്ടു. ഓരോ പിന്നെ യുഗങ്ങൾ കഴിയും തോറും 25% വീതം ധർമ്മം ശോഷിച്ചു വരികയാണ്. അതുകൊണ്ടാണ് കലിയുഗത്തിലെത്തുമ്പോഴേക്കും ധർമ്മത്തിന്റെ കാലുകളൊക്കെ കുറഞ്ഞു പോകുന്നത്. അപ്പൊ ശരിക്കും ദേവി ഭജനം മാത്രമാണ് ഈ കലിയുഗ ദോഷത്തെ, ആ ബ്രഹ്മമായിരിക്കുന്ന ദേവിയെ ജപിക്കുക, അത് മാത്രമാണ് കലിയുഗ ദോഷത്തിന് ഏറ്റവും പരിഹാരം. അതുകൊണ്ട് ദേവി സ്മരണ പാപദുരിതങ്ങളെയൊക്കെ അകറ്റും കലിയുഗത്തിലെ. അതുകൊണ്ട് ദേവി കലികന്മഷനാശിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 556 നാമത്തിലേക്ക് പോവാം. കാത്യായനി. ഈ കാത്യായനി ഭാരതത്തിൽ ഒട്ടുക്കും, എനിക്ക് സൗത്ത് ഇന്ത്യയില് തമിഴ്നാട്ടില് എന്താ പറയാന്നറിയില്ല, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് കാർത്യായനി അല്ല, കാത്യായനി. എന്തുകൊണ്ട് മലയാളത്തില് കാർത്യായനി വന്നു എന്ന് നമുക്കറിയില്ല. കഥൻ എന്നുള്ള ഋഷി, ആ ഋഷിക്ക് പുത്രിയായിട്ട് ദേവി ജനിച്ചു. ആ ദേവിയാണ് കാത്യായനി എന്ന് പറയുന്നത്. കഥ നമ്മള് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എഴുതിയിട്ട് ഇടാം. അപ്പോ കാർത്യായനി തന്നെ വായിക്കൂ അത് ചൊല്ലുന്ന സമയത്ത്. കാരണം ഭാരതത്തിൽ ഒട്ടുക്കും കാത്യായനി എന്നാണ് പറയുന്നത്. നമ്മളവിടെ കാർത്യായനി ഒന്നും തെറ്റില്ല, പക്ഷെ സംസ്കൃതം വായിക്കുമ്പോൾ കാത്യായനി എന്ന് പറയണം. മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ദേവിയെയും കാത്യായനി എന്ന് പറയും. അപ്പോ മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള ദേവിയെയും കാത്യായനി എന്ന് പറയും. എന്തുകൊണ്ടാണ്? കാരണം സർവ്വദേവന്മാരുടെയും ദേവതകളുടെയും തേജസ്സുകളൊക്കെ ഏകീഭവിച്ചിട്ടുള്ള രൂപം. ആ രൂപത്തിനെ ആ പരാശക്തിയെ ദേവി മാഹാത്മ്യത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ദേവി തന്നെയാണ് കാത്യായനി എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിലൊക്കെ പറയുന്നുണ്ട്. അത് അപ്പോ ശരിക്കും മഹിഷാസുരമർദ്ദിനി ആ രൂപം തന്നെയാണ്. അതുകൊണ്ട് മഹിഷാസുരമർദ്ദിനിയും കാത്യായനിയാണ്. ശരിക്കും കഥൻ എന്നുള്ള ഋഷിയുടെ മകളായി ജനിച്ച ദേവിയാണ് കാത്യായനി. അതുപോലെ മഹിഷാസുരമർദ്ദിനിയും കാത്യായനി എന്ന് പറയുന്നു. ആ ദേവിക്ക് നമസ്കാരം. കാത്യായനിക്ക് 557 നാമത്തിലേക്ക് പോവാം. കാലഹന്ത്രി. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു കലികന്മഷനാശിനി എന്ന് പറഞ്ഞിട്ടും കാലത്തെ കണ്ടു. കാലഹന്ത്രി. കാലഹന്ത എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവനാണ്. കാലനെ ഹനിക്കുന്നവൻ ആരാണ്? ഹന്താവ് എന്ന് പറഞ്ഞാൽ ഹനിക്കുന്നവൻ. കാലനെ ഹനിക്കുന്നവൻ ആരാണ്? അല്ലെങ്കിൽ കാലത്തെ ഹനിക്കുന്നവൻ ആരാണ്? ശിവനാണ്. കാലഹന്ത്രി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ത്രീലിംഗമാണ്. ശിവപത്നി എന്ന് വെച്ചാൽ ഹന്ത്രി എന്ന് പറഞ്ഞാൽ ഹനിക്കുന്നവൾ എന്നാണ്. അപ്പൊ കാലനെ ഹനിക്കുന്നവൾ ആണ് ദേവി. അതുകൊണ്ട്, അല്ലെങ്കിൽ കാലത്തെ ഹനിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ കാലഹന്ത്രി എന്ന് പറയുന്നു. കാരണം ദേവിയാണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് സൃഷ്ടി വേണ്ടതെന്നും എപ്പോഴാണ് സംഹാരം വേണ്ടതെന്നും എപ്പോഴാണ് ലയം വേണ്ടതെന്നും. ബ്രഹ്മം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അടുത്ത നാമം വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഓവർലാപ്പായി മാറും. അപ്പോ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമൊക്കെ സാക്ഷിയായിട്ട്, അതിനെല്ലാം കാരണഭൂതയായിട്ട് വിളങ്ങുകയാണ് ദേവി. അതുകൊണ്ട് കാലത്തെ അല്ലെങ്കിൽ കാലനെ നശിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ കാലഹന്ത്രി എന്ന് പറയുന്നു. അപ്പോ കാലഹന്ത്രിയായ ദേവിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഭക്തന്മാർക്കും ഈ കാലചക്രത്തിൽ നിന്നും, ജനന മരണങ്ങളാകുന്ന കാലചക്രത്തിൽ പിടിപെട്ടിട്ട് ഇങ്ങനെ ഉഴലുന്ന നമുക്ക്
മോക്ഷം കിട്ടും. അതുകൊണ്ട് കാലഹന്തിരിയായിട്ടുള്ള ദേവിയെ ഭജിച്ചോളൂ. എന്നാൽ ദേവി കാലത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ ദുഃഖത്തിൽ നിന്നുമൊക്കെ മോചനം തരും. അതുകൊണ്ട് ദേവിയെ കാലഹന്ത്രി എന്ന് വിളിക്കുന്നു. ഇനി 558 നാമം കമലാക്ഷ നിഷേവിത. കമലാക്ഷ നിഷേവിത. കമലാക്ഷൻ ആരാണ്? താമരക്കണ്ണൻ, കമലനയനൻ, താമരക്കണ്ണനാണ് കമലാക്ഷൻ. കമലാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു. അപ്പോ നിഷേവിത, നിതരാം സേവിത, നന്നായിട്ട് സേവിക്കപ്പെടുന്നത്. അപ്പൊ ആരാണ്? വിഷ്ണു ദേവിയെ നന്നായിട്ട് സേവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വിഷ്ണുവാൽ, കമലാക്ഷനാൽ നന്നായി സേവിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ കമലാക്ഷ നിഷേവിത എന്ന് പറയുന്നു. അപ്പോ പത്മപുരാണത്തില് വർണ്ണിക്കുന്നുണ്ട്, ഇന്ദ്രനീല കല്ലുകൊണ്ടുള്ള പ്രതിമയുണ്ടാക്കിയിട്ട് മഹാവിഷ്ണു ദേവിയെ ആവാഹിച്ച് ദേവിയെ ആരാധിച്ചുത്രേ. അങ്ങനെ ആരാധിച്ചപ്പോ ആ ദേവി പ്രസാദിച്ചിട്ടാണ് ത്രിമൂർത്തികളിലെ സ്ഥിതി ചെയ്യാനുള്ള, സൃഷ്ടിസ്ഥിതി സംഹാരത്തില് പരിപാലനം എന്നുള്ള മഹത്തായ കർമ്മം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആ കർമ്മത്തിന് കൊടുത്തത്, വിഷ്ണുവിന് കൊടുത്തത് ആരായിരുന്നു? ദേവിയായിരുന്നു എന്ന് പറഞ്ഞു. ദേവി ആരാധിച്ചിട്ടാണ് വിഷ്ണു അത് വിഷ്ണുവിന് കിട്ടിയത് സ്ഥിതി എന്നുള്ള വിഷ്ണു നാമം തന്നെ കിട്ടിയത്. വിഷ്ണു എന്നുള്ള നാമത്തിന് തന്നെ അർത്ഥമേ അതാണെന്ന് നമ്മൾ നേരത്തെയും കണ്ടു. അപ്പോ ആ സ്ഥിതി എന്നുള്ള ആ റോൾ എന്ന് പറഞ്ഞാൽ അത് കിട്ടിയത്, അല്ലെങ്കിൽ ആ പേര് കിട്ടിയത്, അതുപോലെ തന്നെ ആ കർമ്മം ചെയ്യാനുള്ള അധികാരം കിട്ടിയത് ത്രിമൂർത്തികളിലെ വിഷ്ണുവിന് ദേവിയുടെ ആരാധന കൊണ്ടാണ്. അപ്പോ പാലാഴി മഥന സമയത്ത് നമ്മൾ കണ്ടതാണ്, അസുരരെ മോഹിപ്പിച്ച് അമൃത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മോഹിനി രൂപം ദേവിയെ പ്രസാദിപ്പിച്ച് മോഹിനിയായി മാറിയ വിഷ്ണുവിനെ നമ്മൾ കണ്ടു. ആ വിഷ്ണുവിനെ കണ്ട് സകല ഒന്നിലും താല്പര്യമില്ലാത്ത ആ ശിവന് പോലും മോഹമുണ്ടായി ആ മോഹിനി രൂപത്തിൽ എന്നാ പറയുന്നത്. അപ്പോ സൗന്ദര്യലഹരിയിലെ 5-ാമത്തെ ശ്ലോകം ആലോചിച്ചു കഴിഞ്ഞാൽ, ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനിം പുരാനാരീ ഭൂത്വാ പുരരിപുമഭിക്ഷോഭമനയത്. പുരരിപുവിന്റെയും മനസ്സിനെ ക്ഷോഭിപ്പിക്കാൻ ആർക്ക് പറ്റി? ഹരിയെ ആരാധിച്ചിട്ട് ആ ജനനി രൂപം കൈക്കൊണ്ടിട്ട് അങ്ങനെ മോഹിനിയായപ്പോ നാരീഭൂത്വ, നാരീഭൂത്വ, ഹരിയുടെ മനസ്സിനെയും ശിവന്റെ മനസ്സിനെയും ക്ഷോഭമനയാത്, ക്ഷോഭിപ്പിക്കാൻ, ഇളക്കാൻ പറ്റി എന്നുള്ള അത്രയും സ്ഥിരചിത്തമാണ് ശങ്കരഭഗവാന്റെ. ചാഞ്ചല്യം ഒട്ടുമില്ലാത്തതാണ്. ആ മനസ്സിനെ ഇളക്കി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ദേവിയെ ആരാധിച്ച് അമ്മയായി ഭവിച്ച് സ്വയം വിഷ്ണു ശിവന്റെ മനസ്സിന് ക്ഷോഭമുണ്ടാക്കി, ഇളക്കമുണ്ടാക്കി എന്നാണ് ആചാര്യസ്വാമികള് 5-ാമത്തെ ശ്ലോകത്തില് വിശേഷിപ്പിക്കുന്നത്. അത് തന്നെയാണ് കമലാക്ഷ നിഷേവിത. വേണ്ടപ്പോഴൊക്കെ നന്നായിട്ട് കമലാക്ഷൻ ദേവിയെ ആരാധിക്കും, സേവിക്കും എന്നുള്ളതാണ് ഈ നാമത്തിന്റെ അർത്ഥം. ആ കമലാക്ഷനാൽ സേവിക്കപ്പെട്ട ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് നമുക്ക് ഈ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കാം. 114-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാണി മിത്രരൂപിണി. താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാണി മിത്രരൂപിണി. ഇവിടെ 559 മുതൽ 565 വരെയുള്ള 7 നാമങ്ങളാണുള്ളത്. അപ്പോ ഓരോ നാമങ്ങളായിട്ട് നമുക്ക് കാണാം. താംബൂലപൂരിതമുഖി. താംബൂലപൂരിതമുഖി എന്ന് പറഞ്ഞാൽ, താംബൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന താംബൂലം, സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ ചർവണം ചെയ്യുന്ന ആ സാധനത്തിനാണ് താംബൂലം എന്ന് പറയുന്നത്. താംബൂല പൂരിതമുഖി, അത് നിറഞ്ഞിരിക്കുകയാണ്. മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിശ്വാസം എന്താ? ഈ കോപ്പിടിക്കാണ് മുഖം എന്ന് പറഞ്ഞാൽ. അല്ല, മുഖം എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം വായ എന്നാണ്. എന്താണ്? മുഖ്യമായ ദ്വാരമാണ്. ശരീരത്തിലെ മുഖ്യമായ ദ്വാരം എന്താ? ഈ ഒരു 10, 60, 70, 80 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ എത്ര ക്വിന്റൽ ഭക്ഷണമാണ് നമ്മൾ അകത്താക്കുന്നത്. എത്ര കിട്ടിയാലും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും, അല്ലെ? കുറെ വേണ്ടാത്തത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നല്ലത് കുറച്ചേ പറയുള്ളൂ, വേണ്ടാത്തത് അകത്ത് പോയതുപോലെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഖം എന്നുള്ള സംസ്കൃത ശബ്ദത്തിന് അർത്ഥം ദ്വാരം എന്നാണ്. അപ്പോ മുഖം എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടുള്ള ഖം, മുഖ്യമായിട്ടുള്ള ദ്വാരം, അത് വായയാണ്. അപ്പൊ താംബൂലം നിറച്ചു വെച്ചിരിക്കുന്ന വായയാണ് ദേവിയുടെ. താംബൂല പൂരിത മുഖിയാണ് ദേവി. താംബൂലം ചർവണം ചെയ്യുന്നവളാണ് ദേവി.
ഇവിടെ ഒരു നാമം ആദ്യം പഠിച്ച നാമമാണ്. നമ്മളതൊരു ഒരു 20 മിനിറ്റെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും ആ നാമം. കർപ്പൂര വീടികാമോദ സമാകർഷി ദിഗന്ധര. ഒറ്റ നാമമാണ്. കർപ്പൂര കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. എന്താണ് അതിന്റെ അർത്ഥം? ഓർമ്മ വരുന്നുണ്ടോ? കർപ്പൂര വീടിക, ദേവിയുടെ താമ്പൂലമാണത്. കർപ്പൂര വീടിക, കർപ്പൂരം തുടങ്ങിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള താമ്പൂലമാണ് അത്. ആ കർപ്പൂര വീടിക ആമോദം, അതിന്റെ ആമോദം, അതിന്റെ ആ സുഗന്ധം എന്നുള്ള അർത്ഥമുണ്ട് ആമോദത്തിന്. ആ സുഗന്ധത്താൽ സമാകർഷി ദിഗന്ധര, എല്ലാ ദിക്പാലകന്മാരും ദേവി ദേവന്മാരും അങ്ങനെ വന്നു നിൽക്കുകയാണ്. ദേവിയുടെ താമ്പൂല ചർവണത്തിന്റെ ഒരു ലേശം, അതിന്റെ ഒരു 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 എന്താ പറയാ, ഒരു തന്മാത്രയെങ്കിലും തങ്ങളുടെ മുഖത്തോ ശരീരത്തിലോ തങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്ന് കരുതിയിട്ട് അങ്ങനെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോ താമ്പൂല പൂരിത മുഖി എന്നുള്ള അർത്ഥം. താമ്പൂലം ശരിക്കും ശാസ്ത്രമാണ്. താമ്പൂല ശാസ്ത്രമുണ്ട് ഭാരതത്തില്. നമ്മളത് കണ്ടതാണെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കാം. 13 ചേരുവകൾ കൂട്ടിയിട്ടാണ്. ഏലക്ക, ഇലവങ്കം, കർപ്പൂരം, ജാതിപത്രി, മാതളം, ജാതിക്ക, അതുപോലെ അടയ്ക്ക, നാളികേരം, കുരുമുളക്, ചുക്ക്, ചുണ്ണാമ്പ്, കൃഷ്ണതുളസി. ഇങ്ങനെ 13 ഇൻഗ്രീഡിയൻസ് കൂട്ടുകയാണ്. ഇതിനകത്ത് ഇല്ലാത്തത് എന്താണ്? പുകല. അത് മാത്രമാണ് ഇപ്പോഴത്തെ താമ്പൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വെറ്റിലയും കുറെ നൂറും കുറച്ച് അടക്കയും കുറെ പുകലയും. അപ്പോ ശരിക്കുമുള്ള താമ്പൂലം, ഭാരത താമ്പൂല ശാസ്ത്രം അനുസരിച്ച്, അതുപോലെ തന്നെ ആ നൂറിന്റെ കുറവുണ്ട്. നൂറ് ചുണ്ണാമ്പ് കുറയും കൂടും ചെയ്യും. രാവിലെ 3, 4, 5, 6, 7 പ്രാവശ്യം രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയത്ത് താമ്പൂല ചർവണം ചെയ്യാമെന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ വെറ്റില, എത്ര വെറ്റില എടുക്കണമെന്നും എത്ര സുഗന്ധദ്രവ്യങ്ങൾ എടുക്കണമെന്നും 100 ഒട്ടും ഉണ്ടാവില്ല അതിനകത്ത് ആ സമയത്ത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചുണ്ണാമ്പ് കൂട്ടും. അത് അപ്പോ 3 പ്രാവശ്യം മുറുക്കും. വൈകുന്നേരത്ത് 3 പ്രാവശ്യം മുറുക്കും, വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ശേഷം. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയയെ കൂട്ടാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആണ്. ഇലവങ്കം, ഏലക്ക, കർപ്പൂരം, കസ്തൂരി, മാതളം, ജാതിക്ക, ജാതിപത്രി. ഇത് ശരീരത്തിന്റെ ചൂട് നിലനിർത്തും, അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ കൂട്ടും. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് നമ്മൾ കിടക്കാൻ പോകുന്ന നേരത്തെ ചുണ്ണാമ്പ് കൂട്ടുന്നതോടുകൂടി ആ ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആവും. അത് വേഗം ഉറക്കം വരും. ഇതൊക്കെ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, 13 ചേരുവകൾ കൂട്ടിയിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ആ സുഗന്ധപൂരിതമായിട്ടുള്ള താമ്പൂലം ഇങ്ങനെ ദേവി ചർവണം ചെയ്യാണ്. ആ ചർവണം ചെയ്യുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽക്കുന്നു. അങ്ങനെയുള്ള ആ താമ്പൂല പൂരിതമുഖിയായിട്ടുള്ള ദേവിയെ നമുക്ക് നമസ്കരിക്കാം. 560ാമത്തെ നാമം ദാഡിമി കുസുമപ്രഭ. ദാഡിമി, ഗുജറാത്തിലുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ദാഡം എന്ന് പറഞ്ഞാൽ എന്താ? മാതളം. മാതള നാരങ്ങ അല്ലെങ്കിൽ മാതളം എന്ന് പറയും. മാതളത്തിന്റെ പുഷ്പം നല്ല ചുവന്ന നിറമാണ്. ചെറിയ ഇത്ര പോകുന്ന നീളത്തിലുള്ള പൂവായിരിക്കും. മാതള പുഷ്പങ്ങള് നല്ല ചുവപ്പ് നിറമാണ്. സിന്ദൂരാരുണ വിഗ്രഹം, ദേവിയുടെ വർണ്ണം എപ്പോഴും ചുവപ്പായിട്ടാണ് നമ്മൾ വർണ്ണിക്കുന്നത്. അപ്പൊ മാതള കുസുമം പോലെ ശോഭിക്കുന്ന പ്രഭയോട് കൂടിയവളാണ്. അതുകൊണ്ടാണ് ദാഡിമി കുസുമ പ്രഭ എന്ന് പറയുന്നത്. മാതള പുഷ്പം പോലെ ചുവന്ന് തുടുത്ത് അങ്ങനെ പ്രശോഭിക്കുന്നവളാണ് ദേവി. അതുകൊണ്ടാണ് ദേവിയെ ദാഡിമി കുസുമപ്രഭ എന്ന് പറയുന്നത്. അപ്പോ ആ ദാഡം എന്നുള്ള പേര് ഓർത്തു കഴിഞ്ഞാൽ ദാഡിമി എന്നുള്ള അത് മാതള പുഷ്പമാണെന്ന് ഓർമ്മ വരും. മാതള പുഷ്പത്തിന്റെ കുസുമത്തിന്റെ ആ ചുവന്ന ശോഭയ്ക്ക് സമാനമായിട്ടുള്ള ദേവിയെ കണ്ട് നമുക്ക് നമസ്കരിക്കാം. 561ാമത്തെ നാമത്തിലേക്ക് പോവാം. മൃഗാക്ഷി. എന്തുകൊണ്ടാണ് ദേവിയെ മൃഗാക്ഷി എന്ന് പറയുന്നത്? മൃഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിനാണ് മൃഗം എന്ന് പറയുന്നത്. മൃഗം എന്ന് പറഞ്ഞാൽ അനിമൽ എന്നല്ലാതെ സംസ്കൃതത്തില് മാനിനും പറയും. നമ്മൾ മൃഗമതം എന്നൊക്കെ പറഞ്ഞപ്പോ ദേവിയുടെ കുറിക്കൂട്ടുകളെ കുറിച്ച് വർണ്ണിച്ചപ്പോ ഇതൊക്കെ ഗംഭീരമായി വർണ്ണിച്ചതായിരുന്നു. മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ് ഇവിടെ. മൃഗത്തിന്റെ അക്ഷികള് എന്തുകൊണ്ടാണ്? വളരെ സൗന്ദര്യശാസ്ത്രത്തില് നമ്മള് സൗന്ദര്യശാസ്ത്രത്തിൽ വർണ്ണിക്കുമ്പോ, ഭാരത കവികളൊക്കെ വർണ്ണിക്കുമ്പോ നമ്മൾ കണ്ണുകളെ താമര ഇതളിനോടും അതുപോലെ തന്നെ മീനിനോടും അതുപോലെ തന്നെ മാനിന്റെ കണ്ണുകളോടൊക്കെയാണ്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് വളരെ മനോഹരമാണ് മാനിന്റെ കണ്ണുകള്, പേടമാനിന്റെ ആണെങ്കിലും കലമാനിന്റെ ആണെങ്കിലും. രണ്ടാമത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാനിന്റെ കണ്ണുകൾ. എന്തുകൊണ്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയമാണ് അവിടെ. എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ചുറ്റിലും. കാരണം ഓടി രക്ഷപ്പെടണം. ഏത് ചെറിയ മൃഗം വന്നാലും, മൃഗഭോജിയായിട്ടുള്ള ഏത് മൃഗം വന്നാലും ഓടി രക്ഷപ്പെടണം. കാരണം പാവങ്ങളെ പെട്ടെന്ന് കീഴടക്കും അല്ലെങ്കിൽ. അതുകൊണ്ട് മാന്റെ ചലനം, ആ ചഞ്ചലത,
അക്ഷികളിൽ എന്തുകൊണ്ടാണ്? ആ പേടി കൊണ്ടാണ്. അതേസമയത്ത് സുന്ദരിമാരെയും നമ്മൾ പറയും അവർക്കും അക്ഷികൾ ചഞ്ചലമാണെന്ന് പറയും. ലജ്ജ കൊണ്ടാണ് സുന്ദരിമാരുടെ നയനം എപ്പോഴും ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് പഴയ സിനിമകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ കണ്ണ് അങ്ങടും കാണിക്കുന്ന നടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അതിനെ ലജ്ജ കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ദേവിയോ? ദേവി എന്തുകൊണ്ടാണ് മൃഗാക്ഷിയാവുന്നത്? സുന്ദരമായ നയനമാണ്. എന്തുകൊണ്ടാണ് ദേവിയുടെ നയനങ്ങൾ ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതും നമ്മൾ കണ്ടതാണ്. വീണ്ടും പറയാണ്. അപ്പോ ദേവിയുടെ ഭക്തന്മാരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് എല്ലായിടത്തും, എല്ലായിടത്തും. എല്ലാം മക്കളാണ് ദേവിയുടെ. ഇനി ഭക്തൻ അല്ലെങ്കിലും മക്കളാണ്. എന്തായാലും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മക്കൾ തന്നെയാണ്, എങ്ങനെ ആയാലും. അപ്പോ അവരൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കടാക്ഷിക്കാൻ വേണ്ടിയിട്ട്, വീക്ഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ശങ്കരാചാര്യ സ്വാമികളുടെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ദേവി എന്നെങ്കിലും എന്നെ ഈ ചഞ്ചല നയനത്താൽ എല്ലാവരും നോക്കി നിൽക്കുന്ന ആ ദൃഷ്ടി ഒന്ന് എന്നിലെങ്കിലും പതിപ്പിച്ചൂടെ എന്ന് ആചാര്യസ്വാമികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദേവി ആ ദേവി പറയുന്നത് എനിക്ക് ദേവിയെ വേണമെന്നുള്ള ആ അവസ്ഥയിലാണ് പറയുന്നതെന്ന് കരുതുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും എനിക്ക് എന്താ വേണ്ടതെന്ന് കരുതിയിട്ടാണ് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത്. അപ്പോ മൃഗാക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തരെ കാണാൻ വേണ്ടിയിട്ട്, ഏത് നേരത്തും അവർക്ക് കടാക്ഷം ചൊരിയാൻ വേണ്ടിയിട്ട്, അവരുടെ ആ കടാക്ഷത്തിന് വേണ്ടി അവർ നിൽക്കുന്നുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ ചലിക്കുന്ന ആ മനോഹരമായ മൃഗനയനങ്ങളോട് കൂടിയിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ മൃഗാക്ഷി എന്ന് പറയുന്നു. ഇനി 562 നാമം മോഹിനി. എന്തുകൊണ്ടാണ് ദേവി മോഹിനി എന്ന് പറയുന്നത്? മോഹിപ്പിക്കുന്നവളാണ് ദേവി. എല്ലാവരുടെയും ചിത്തത്തെ മോഹിപ്പിക്കുന്നതാണ്. കാരണം മായാസ്വരൂപിണിയാണ് ദേവി. ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ മായകളും ദേവി തന്നെയാണ്. അപ്പോ മോഹിനി രൂപം ധരിച്ചവൾ കൂടിയാണ് ദേവി. വിഷ്ണുവിനെ മോഹിനി രൂപം കൊടുത്ത് മോഹിനി രൂപം ധരിച്ച് ശിവനെ പോലും മോഹിപ്പിച്ചവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ മോഹിനി എന്ന് പറയുന്നു. അപ്പോ ഈ മായ, ഈ ബ്രഹ്മാണ്ടത്തിലെല്ലാം മായയാണ് ബ്രഹ്മത്തില്. ആ ബ്രഹ്മാണ്ടത്തിലെ മായകളെ മുഴുവൻ ദേവി തന്നെയാണ് ലീലകളായിട്ട് ആടുന്നത്. അതുകൊണ്ട് ദേവി മോഹിനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 565 നാമം കാണാം, മുഖ്യ. മുഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്യ സർവദൗ മുഖ്യ എന്നാണ്. അപ്പോ സർവദൗ മുഖ്യ എന്ന നിർവചനം, അതിന്റെ നിർവചനം തന്നെ എന്താണ്? എല്ലാറ്റിനും മുമ്പേ ഉണ്ടായ ആളെയാണ് മുഖ്യ എന്ന് പറയുന്നത്. എല്ലാറ്റിനും മുന്നിലുണ്ടായത്. അപ്പോ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദി ഇല്ലാത്തതിനും മുഖ്യ എന്ന് പറയും. ഇവിടെ ആദി അല്ല, ആദി എന്നുള്ള അല്ല കോമളമായിട്ടുള്ള. അപ്പോ ആദി ഇല്ലാത്തത്, ആദി അന്തം, തുടക്കമേ ഇല്ല. കാരണം ദേവി തന്നെയാണ് എല്ലാറ്റിനും തുടക്കം. ഏറ്റവും മുന്നിലാണ് ദേവി. ദേവിക്ക് മുന്നിൽ ഒന്നുമില്ല. ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ് ദേവി. അപ്പൊ പിന്നെ അതിന്റെ മുന്നേ ഒന്നുമില്ലാത്തത് കൊണ്ട് എല്ലാറ്റിലും പ്രമുഖമായതാണ് ദേവി. അതുകൊണ്ട് ദേവിയെ മുഖ്യ അല്ലെങ്കിൽ അഗ്രഗണ്യ, ഏറ്റവും അറ്റത്തുള്ള, ഏറ്റവും പ്രശസ്തിയുള്ള, നേരത്തെ അഗ്രഗണ്യ എന്നുള്ള നാമത്തിൽ തന്നെ നമ്മൾ കണ്ടു, മറ്റു ദേവതകളെക്കാളും അല്ലെങ്കിൽ മറ്റെല്ലാ സൃഷ്ടിക്ക് ഉതകുന്ന എല്ലാ ജീവജാലങ്ങളുടെയൊക്കെ സൃഷ്ടിക്ക് ഉതകുന്ന ദേവീദേവന്മാരെക്കാളിലും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും പ്രഥമ പ്രധാനിയായിട്ടുള്ള ആ ശക്തിയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ മുഖ്യ എന്ന് വിളിക്കുന്നു. 564 നാമം നോക്കാം, മൃഡാനി. മൃഡാനി, മൃഡൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവൻ അല്ലെ? ശരിക്കും മൃഡ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തില് സുഖം നൽകുന്നവൻ എന്നാണ്. അപ്പോ സദാശിവൻ സുഖം നൽകുന്നവനാണ്, ശങ്കരൻ. അപ്പോ മൃഡൻ ശിവനാണ്, കാരണം സുഖം നൽകുന്നവനാണ്. അപ്പൊ മൃഡാനി എന്ന് പറഞ്ഞ സ്ത്രീലിംഗമാണ്, സുഖം നൽകുന്നവളാണ്. കാരണം ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല അല്ലെ? അപ്പോ എല്ലാവരെയും സുഖിപ്പിക്കുന്ന, സന്തോഷം പകരുന്ന ആ ശക്തി തന്നെയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ മൃഡാനി എന്ന് പറയുന്നു. അപ്പൊ ഈ ജഗത്തില് നമ്മള് അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങൾക്കും അതൊക്കെ സന്തോഷമായിട്ട് വർത്തിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം മൃഡാനി എന്ന പേരിൽ അറിയപ്പെടുന്നു. 564 നാമമാണ് മൃഡാനി. ഇനി 565 നാമത്തിലേക്ക് പോവാം, മിത്രരൂപിണി. മിത്രരൂപിണി വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്. മിത്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ സുഹൃത്ത് എന്നുള്ള അർത്ഥം വേണ്ട, വീണ്ടും എടുക്കാം നമുക്ക്. പക്ഷെ ആദ്യം എടുക്കേണ്ടത് മിത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. കുറച്ച് ശ്രദ്ധിച്ചു അർത്ഥം മനസ്സിലാക്കട്ടാണ്. സൂര്യൻ എന്താണ്? പ്രത്യക്ഷ ബ്രഹ്മമാണ് സൂര്യൻ.
അപ്പോ ശരിക്കും ദേവിയുടെ താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല എന്നുള്ള നാമം ആലോചിച്ചു നോക്കൂ. താടങ്കയുഗളി, ദേവിയുടെ തപനനും ഉടുവനും, തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യനും, ഉടുപതി അല്ലെങ്കിൽ ഉടുവൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനും, ഇത് രണ്ടും എന്താണ്? ഈ ലോകത്ത് പ്രകാശം 3 തരത്തിലേ വരുന്നുള്ളൂ. ഒന്ന് തപനൻ, ഒന്ന് ഉടുവൻ, ഒന്ന് അഗ്നി. മറ്റൊരു പ്രകാശവും ഇല്ല. മൂന്നും ദേവിയുടെയാണ്. ദേവിയുടെ 3-ാം കണ്ണാണ് അഗ്നി. ത്രിനയന ത്രയംബക എന്നാണ് ദേവിയെ പറയുന്നത്, അല്ലെ? അപ്പോ ദേവിയുടെ 3-ാം കണ്ണാണ് അഗ്നി. മറ്റത് തപനനും ഉടുവനും പ്രത്യക്ഷമായി കാണുന്ന രണ്ടും എന്താണ്? ദേവിയുടെ താടങ്കങ്ങളിൽ ആണ്, ദേവിയുടെ കാതിലണിയുന്ന തോടകകളാണ്. അപ്പോ കാലചക്രമായിട്ടുള്ള സൂര്യനെ എങ്ങനെ അണിഞ്ഞിരിക്കുകയാണ് ദേവി? ദേവി തന്നെയാണത്. അതുകൊണ്ട് ദേവി മിത്രരൂപിണിയാണ്. സൂര്യനായിട്ടിരിക്കുന്നത് ദേവി തന്നെയാണ്. ഇനി മിത്രൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ദ്വാദശാദിത്യന്മാരുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ദ്വാദശാദിത്യന്മാരെന്താണ്? ആദിത്യൻ എന്ന് പറഞ്ഞാൽ അതിഥിയിൽ നിന്നും ജനിച്ച ദേവന്മാരെയാണ് ആദിത്യൻ എന്ന് പറയുന്നത്. സൂര്യൻ മാത്രമല്ല, അതിഥിയിൽ നിന്നും ജനിച്ച എല്ലാവരെയും ആദിത്യൻ എന്ന് പറയും. അതിൽ പ്രത്യക്ഷമായിട്ട് കാണുന്നത് ആരാണ്? ധർമ്മസാക്ഷിയായിട്ടുള്ള സൂര്യനാണ്. അതുകൊണ്ട് നമ്മള് സൂര്യനെ മാത്രം ആദിത്യൻ എന്നുള്ള പര്യായപദം ഉപയോഗിക്കും. പക്ഷേ അതിഥി, പരിമിതികളില്ലാത്തത് എന്നാണ് അതിഥി എന്നുള്ള വേർഡിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം. അഖണ്ഡമായത് അല്ലെങ്കിൽ പരിമിതികളില്ലാത്തത്. ആ അതിഥിയിൽ നിന്നും ജനിച്ച ദേവന്മാരാണ് ആ ദ്വാദശ ആദിത്യന്മാര്. പെട്ടെന്നൊന്ന് കാണാം ആരൊക്കെയാണെന്ന്. അപ്പോ ഈ സൂര്യൻ, പ്രത്യക്ഷമായിട്ടുള്ള സൂര്യൻ 12 രാശികളില്, മലയാളത്തിൽ 12 മാസങ്ങളും ആ രാശികളുടെ പേര് തന്നെയാണ്. ഏത് ഭാരതീയ കാലനിർണയം എടുത്താലും അതിനകത്തൊക്കെ 12 രാശികളിലായിട്ട് സൂര്യൻ ചരിക്കുന്നത് കാണാം. അപ്പോ ഇത് മാസമായിട്ടാണ്, നമ്മൾക്ക് രാശി മാസം ഒന്നാണ്. അപ്പോ ഈ 12 രാശികളിലും ഈ ഓരോ ആദിത്യന്മാർക്കും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സൂര്യന്റെ രൂപമായിട്ട്, ഭേദം ആയിട്ടുള്ള പ്രത്യേക ശക്തികളോട് കൂടിയിട്ടാണ് അവർ വസിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ധാത, മേടമാസം അല്ലെങ്കിൽ മേടം രാശിയാണ്. എല്ലാ തുടക്കങ്ങളും അവിടുന്നാണ്. മിത്രൻ 2-ാമത്തെ ആദിത്യൻ. വൃഷഭം രാശിയാണ് സ്ഥിരത. പിന്നെ ഇംഗ്ലീഷ് മാസങ്ങൾ നമുക്കറിയാം, മേടം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ആയിരിക്കും. അപ്പൊ അതിന് തുടക്കം പിടിച്ചാൽ മതി. ആര്യമ എന്നുള്ളതാണ് 3-ാമത്തെ ആദിത്യൻ. മിഥുനമാണ് ശരിക്കും കർത്തവ്യബോധം അതുപോലെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഭാവത്തില് സൂര്യൻ വിളങ്ങുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ 5-ാമത്തെ ആദിത്യനാണ് വരുണൻ. കർക്കിടകം രാശിയിലാണ്. ആത്മശുദ്ധിയാണ് അവിടെയുള്ളത്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ നമ്മള് പല വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. അത് ആ സമയത്ത് തന്നെയാണ് ഈ ഇവിടുത്തെ ശ്രാവണം വരുന്നത്. അംശൻ അടുത്തത് 5-ാമത്തത് സിംഹരാശിയിലുള്ളതാണ്. നേതൃത്വ പാഠവും. ഭഗനാണ് 6-ാമത്തെ കന്നി രാശിയിലെ സേവനമാണ് അവിടെ. ഇന്ദ്രനാണ് 7-ാമത്തെ രാശിയിലുള്ളത്. തുലാം രാശിയാണ്. നീതി, സമത്വം എന്നിവയൊക്കെയാണ്. അത് കഴിഞ്ഞ് വിവസ്വാനാണ് 8-ാമത്തെ രാശിയില്. ധനു ആണ് അവിടെ 8-ാമത്തെ രാശി. മാർഗദർശനമാണ് അവിടെ സിദ്ധിയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ പർജന്യനാണ് 10-ാമത്തെ ആദിത്യൻ. മകരം രാശിയിലാണത്. കർമ്മഫലം കൊടുക്കുന്നത് അവിടെയാണ്. അതിന് ത്വഷ്ടാവാണ് കുംഭം രാശിയിലെ. ത്വഷ്ടാവിന്റെ മകനായിരുന്നു നമുക്കറിയാം ഇന്ദ്രൻ പിന്നെ യാഗം ചെയ്യാൻ വിളിച്ചതൊക്കെ, അല്ലെ, വൃത്രാസുരനെ കൊല്ലാൻ. കുംഭം രാശിയിലാണ് ആ ആദിത്യൻ ത്വഷ്ടാവുള്ളത്. നവീകരണം എല്ലാം നടക്കുന്നത് അവിടെയാണ്. അവസാനത്തെ രാശിയില്, അത് മീനം രാശിയില് വിഷ്ണു രൂപത്തിലാണ്. വിഷ്ണു എന്ന ആദിത്യനാണ്. അത് കരുണാമോക്ഷം. അപ്പൊ ഇതേ ഇന്ദ്രൻ തന്നെയാണ്, അതിഥിയുടെ മക്കൾ തന്നെയാണ്, അത് ഇതേ ഇന്ദ്രനാണ്. ഇവിടെ സൂര്യന്റെ കാലചക്രത്തിനനുസരിച്ച് ഓരോ രാശിയിലും അവരെ പ്രതിഷ്ഠിച്ച സൂര്യന്റെ ഭാവങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം അവര് ദേവന്മാരായിട്ടുള്ള അവരുടെ മറ്റുള്ള എല്ലാ കർമ്മങ്ങളും അവർ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ദ്വാദശ ആദിത്യന്മാർ സൂര്യന്റെ 12 രാശികളിലെ സഞ്ചാര പഥത്തിലെ 12 രൂപങ്ങളാണ്. അപ്പൊ അവർക്കൊക്കെ അമ്മയായത് ആരാണ്? ദേവിയാണ്. അവരുടെയൊക്കെ രൂപമാരാണ്? പ്രത്യക്ഷമായുള്ള ബ്രഹ്മമാണ് ആദിത്യൻ എന്ന് പറഞ്ഞാൽ, സൂര്യൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ബ്രഹ്മത്തെ കാണണമെങ്കിൽ ആദിത്യനെ കണ്ടാൽ മതി. അത് നമ്മൾ എപ്പോഴും പിന്നെ വിചാരിച്ച് തൊഴുകുന്നത് അതുകൊണ്ടാണ്, ആദിത്യ ഹൃദയ സ്തോത്രമൊക്കെ, അല്ലെ? അതുകൊണ്ട് മിത്രരൂപിണി എന്ന രൂപത്തില് ദേവി അറിയപ്പെടുന്നു. ആ മിത്രന്റെ, ആദിത്യന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആദിത്യന്മാരുടെ രൂപത്തിലുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം. ഇനി മിത്രൻ എന്ന് പറഞ്ഞാൽ ബന്ധു എന്നുള്ള അർത്ഥമുണ്ട്, സുഹൃത്ത് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ലോകത്തിന്റെ ബന്ധു ആരാണ്? കാണുന്ന കർമ്മസാക്ഷിയായിട്ടുള്ള ബന്ധു ആദിത്യൻ തന്നെയാണ്. സൂര്യൻ തന്നെയാണ് അവിടെയും ബന്ധുവായിട്ടുള്ളത്. അപ്പൊ ദേവിയും, ആ സൂര്യൻ ദേവി തന്നെയാണ്.
അല്ലെങ്കിൽ ദേവിയുടെ തന്നെ സ്ഫുരണങ്ങളാണ്, ബഹിർസ്ഫുരണങ്ങളാണ് ആദിത്യന്റെ പ്രകാശമായിട്ട് സ്ഫുരിക്കുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദേവിയെ മിത്രരൂപിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 115 ശ്ലോകം ചൊല്ലാം. എത്ര നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം. നിത്യതൃപ്ത ഭക്തിനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്ര്യാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി. നിത്യതൃപ്ത ഭക്തിനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്ര്യാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി. നിത്യതൃപ്ത. നിത്യതൃപ്ത എന്ന് പറഞ്ഞാൽ എന്നും തൃപ്തിയായവൾ. ദേവിക്ക് എന്നും തൃപ്തിയാണ്, എല്ലാറ്റിനും തൃപ്തിയാണ്. നമുക്ക് തൃപ്തിയാവുന്നത് എപ്പോഴാണ്? മനുഷ്യന് നമ്മുടെ ഇച്ഛിച്ചിട്ടുള്ള ആഗ്രഹം സഫലമാകുമ്പോൾ. തൃപ്തി ആഗ്രഹ സാഫല്യത്തിലാണ്. ആഗ്രഹം എവിടുന്നാ വരുന്നത്? ഇച്ഛിക്കുന്ന വസ്തു എന്തെങ്കിലും നമ്മൾ ഇച്ഛിക്കുന്നതാണ്. അപ്പോ നമ്മുടെ ആ വാഞ്ച, ഇച്ഛിച്ച സാധനം കിട്ടാനുള്ള വാഞ്ച, അത് കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു തൃപ്തി കിട്ടുന്നത്. അപ്പോ ശരിക്കും ഇത് എപ്പോഴും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നൈമിഷികമായിരിക്കും. കുറച്ചു കഴിഞ്ഞാൽ അത് മാറും, നമുക്ക് അതിന്റെ സുഖം മാറും, വേറൊന്ന് വേണം തോന്നും. അപ്പോ സർവ പ്രപഞ്ചത്തിനും ആധാരഭൂതയായിട്ടുള്ള ദേവി, ആ ദേവിക്ക് ഒരു ഇച്ഛയുമില്ല, എല്ലാം ദേവി തന്നെയാണ്. പിന്നെ ഇനി എന്ത് ഇച്ഛയാണ്? അപ്പോ ബ്രഹ്മം തന്നെയാണ് ആ ദേവി എന്നറിയുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം കിട്ടിയവർക്ക് ഒരു ഇച്ഛയുമില്ല. നേരത്തെ നമ്മൾ കണ്ടു, ഞാൻ പറയുകയും ചെയ്തിരുന്നു. നമ്മള് പിന്നെ വസിഷ്ഠ ഗുഹയിൽ പോകാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഗംഗാതീരത്ത് കുറെ താഴത്തേക്ക് കാട്ടിൽ കൂടെ ഒന്ന് ഇറങ്ങിപ്പോണം. അപ്പൊ ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടു നമ്മൾ. അദ്ദേഹം പറഞ്ഞില്ല, കുറെ ചോദിച്ചപ്പോ ഒന്നോ രണ്ടോ സെന്റൻസ് പറഞ്ഞുകൊണ്ട് ഊഹിക്കാൻ പറ്റിയതാണ്. വലിയ എന്തോ പൊസിഷൻ ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം കിട്ടിയതോടുകൂടി അദ്ദേഹം ആ തീരത്ത് വന്ന് ഇരിപ്പായി. ഒരു വെളുത്ത വസ്ത്രവും ധരിച്ചിരിക്കുക. ഭക്ഷണം വേണോ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അപ്പോ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഭ്രാന്തനാണെന്ന് തോന്നും. പക്ഷേ ആ അവസ്ഥയാണ് ആ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഇച്ഛയുമില്ലാത്ത അവസ്ഥയിലെത്തും. അത് പിന്നെ നമുക്ക് ജനനമോ മരണമോ ഒന്നുമില്ല. നമ്മൾക്ക് എപ്പോഴും ആ ദേവിയുടെ രൂപം മാത്രം മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അല്ലെങ്കിൽ ആ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ആ ബ്രഹ്മത്തിന്റെ രൂപം മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അതാണ് അങ്ങനെ. ഇങ്ങനെയുള്ള ആ ജ്ഞാനം കിട്ടണമെങ്കിൽ ദേവിയുടെ കൃപ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്ത് കാര്യത്തിലും ഇനിയിപ്പോ ഈ ഭൂമുഖത്ത് ജനിച്ചിട്ട് കർമ്മം ചെയ്ത് ജീവിച്ചാലും തൃപ്തിയുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ, എനിക്ക് തൃപ്തിയായിരുന്നു, ഭക്ഷണം നല്ലോണം കഴിച്ചാൽ പറയുന്നത് പോലെ ഇങ്ങനെ കണ്ടന്റഡ് എന്ന് പറയും. ഞാൻ കണ്ടന്റഡാന്നൊക്കെ പറയും. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു ശരിയായില്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ വിസിൽ ഛട്ടക് ജാത്ത ഹെ. അപ്പോ അങ്ങനെ പാടില്ല. അതില്ലാത്ത അവസ്ഥ വരണം. അതാണ് നിത്യതൃപ്ത എന്ന് പറയുന്നത്. അപ്പൊ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് ദേവി. അതുകൊണ്ട് ദേവി എന്നും തൃപ്തയാണ്. നമ്മളെ ആക്കണമെങ്കിൽ ദേവി ഭജനം മാത്രമാണ് നമുക്കും തൃപ്തി വരണമെങ്കിൽ സാധ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് ദേവി ഭജനം ചെയ്യുക. ഇനി 567 നാമം ഭക്തനിധി. ഭക്തന്മാർക്ക് നിധിയായവളാണ് ദേവി. നിധി എന്ന് പറഞ്ഞാൽ സ്വർണം, രത്നം തുടങ്ങിയ വില പിടിച്ചിട്ടുള്ള ശേഖരത്തെയാണ് നിധി എന്ന് പറയുന്നത്. അപ്പൊ ഭക്തന്മാർക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ദേവി തന്നെയാണ്. ഏറ്റവും വലിയ ഐശ്വര്യം എന്താണ്? കൈവല്യമാണ്, മോക്ഷമാണ്. അപ്പൊ ദേവി ഭൗതികമായിട്ടുള്ള ഭക്തനിധിയും ഭക്തന്മാർക്ക് നിധി കൊടുക്കും. അതേപോലെ തന്നെ മുമുക്ഷുക്കളായിട്ടുള്ള ആളുകൾക്ക് കൈവല്യം കൊടുക്കും. അതുകൊണ്ട് നിധി എന്ന് പറഞ്ഞ മറ്റൊരു അർത്ഥം നിധിക്ക് ഉറച്ച അവസ്ഥ എന്നാണ്. അതെ, നിധിധ്യാസനം എന്നാണ് പറയാ, അല്ലേ? നിധിധ്യാസനം. നിധിധ്യാസനം എന്നുള്ളത് ഒരു ക്രിയയാണ് വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ മനസ്സിനെ നന്നായിട്ട് നിധി ഉറച്ച അവസ്ഥയിലേക്ക് ആക്കുക, അതാണ് നിധിധ്യാസനം. അപ്പൊ നിധിധ്യാസനം ചെയ്തു കഴിഞ്ഞാൽ എന്തായി മാറും? ആ ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ പറ്റും. ഉറച്ച മനസ്സാണ്, ഇളകാത്ത മനസ്സ്. ഗുരുമുഖത്ത് നിന്നും കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ച് സ്വയം ബുദ്ധിയില് അതിനെ മിനുക്കിയെടുത്തതിന് ശേഷം ആ ബ്രഹ്മത്തെ അറിയുക. സ്വയം ആ അറിഞ്ഞ സമയത്താണ് ഏകാഗ്രത കിട്ടുന്നത് ഭക്തന്മാർക്ക്. അപ്പോൾ ഭക്തന്മാരുടെ മനസ്സിന് ഏകാഗ്രത കൊടുക്കും. ആ ഉറച്ച മനസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പുരുഷാർത്ഥത്തിലേക്ക് നമ്മൾ നീങ്ങും. അത് കൊടുക്കുന്ന ആ ദേവിയാണ് ഭക്തർക്ക് നിധിയായിട്ട് വർദ്ധിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ഭക്തനിധി എന്ന് പറയുന്നു. ഇനി 568 നാമം നിയന്ത്രി.
എളുപ്പമാണ്. എല്ലാറ്റിനെയും ദേവി തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഈ ചരാചരത്തിൽ ഒരു പുൽക്കൊടി പോലും അനങ്ങില്ല ദേവിയുടെ ഇച്ഛയ്ക്ക് എതിരായിട്ട്. അപ്പൊ ഒരു പഴുത്ത ഇല വീഴുന്നുണ്ടെങ്കിൽ അത് എവിടെ വീഴണം, എത്ര ദൂരം വീഴണം, അല്ലെങ്കിൽ ഒരു വിത്ത് പൊട്ടിത്തെറിച്ച് കാറ്റത്ത് എത്ര ദൂരത്ത് പോയിട്ട് അത് മുളയ്ക്കണം, അതെല്ലാം പ്രിസ്ക്രൈബ്ഡ് ആണ് കൃത്യമായിട്ട്. അതിന് നമുക്ക് ഒന്നും നമ്മളുടെ ബുദ്ധി കൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റില്ല അതിനെ. അപ്പോ അതുകൊണ്ടാണ് ദേവി എന്ത് പറയുന്നത്, നിയന്ത്രി, സകല കർമ്മങ്ങളും നിയന്ത്രിക്കുന്നത് ദേവിയാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ. അതുകൊണ്ട് ദേവി നിയന്ത്രി എന്ന് പറയുന്നു. 115 നാമം കാണാം. 569 നാമം, സോറി, നിഖിലേശ്വരി. നിഖിലേശ്വരി എന്ന് പറഞ്ഞാൽ, നിഖിലം എന്ന് പറഞ്ഞാൽ എന്താണ്, മുഴുവൻ, എല്ലാറ്റിനെയാണ് നിഖിലം എന്ന് പറയുന്നത്. നിഖിലം ഈശ്വരിയായിട്ടുള്ളവൾ, എല്ലായിടത്തും ഈശ്വരിയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഈശ്വരൻ ചെയ്യുന്നതിൽ വരനാണ് ഈശ്വരൻ. ആരാണ് ഈശ്വരൻ എന്നുള്ള അതിനെ നമ്മൾ വിഘടിപ്പിക്കുമ്പോ, ഈശ്വരൻ ചെയ്യുന്നതിൽ വരൻ, ഈശ്വരൻ ചെയ്യാന്ന ഭരിക്കുക, ഭരിക്കുന്നതിൽ വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. അപ്പോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നതിൽ ശ്രേഷ്ഠനായ ആളാണ്. അപ്പോ എന്താണ്, നിഖിലേശ്വരി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നതിൽ വളരെ ശ്രേഷ്ഠയാണ് ദേവി. ഈ അഖിലം മുഴുവൻ ഭരിക്കുന്നത് ആരാണ്, ദേവി തന്നെയാണ്. അപ്പൊ ദേവി നിഖിലേശ്വരിയാണ്. ഇനി ഈശ്വരി എന്ന് പറഞ്ഞാൽ കുണ്ടലിനി എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പോ ചരാചരങ്ങളിലെ ഷഡ്ചക്രങ്ങളിലെ കുണ്ടലിനി ശക്തിയായിട്ട് വിളങ്ങുന്ന ദേവിയാണ്. അപ്പൊ ഈ എല്ലാ ചരാചരങ്ങളിലുള്ള കുണ്ടലിനി ശക്തി ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ നിഖിലേശ്വരി എന്ന് പറയുന്നു. മുഴുവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശ്രേഷ്ഠയായിട്ടുള്ള ഈശ്വരി എന്ന ദേവി. ഇനി 570 നാമം, മൈത്രിയാദിവാസനാലഭ്യ. മൈത്രിയാദിവാസനാലഭ്യ. അപ്പോ മൈത്രി ആദിയായ വാസനകളിൽ ലഭ്യമായവൾ. അതെന്തായി മൈത്രി ആദിയായ വാസന? അപ്പൊ മൈത്രി, കരുണ, മുദിതം, ഉപേക്ഷ, 4 വാസനകളാണ്. ദേവി നിറഞ്ഞു നിൽക്കുകയാണ് ഈ 4 വാസനകളിലും, സത്തുക്കളുടെ ചിത്തങ്ങളില്. ഈ 4 വാസനകളും ഉണ്ടായാൽ സത്തുക്കളാണ് അവര്. സത്തുക്കളുടെ ചിത്തങ്ങളില് ഈ ലഭ്യയാണ് ദേവി ഈ വാസനകളില്. ഏതൊക്കെയാണ്? മൈത്രി. മൈത്രി എന്തിനാണ്? നല്ല മിത്രങ്ങള്, എല്ലാവരും നല്ലവരായ എല്ലാവരോടും മിത്രത പാലിക്കുക. എനിക്ക് ആവശ്യമുള്ളവരെ മാത്രം മിത്രമാക്കുക, എനിക്ക് ആവശ്യമില്ലാത്തവരുടെ കുറ്റം കണ്ടുപിടിക്കുക, എന്റെ ആവശ്യം തീർന്നു കഴിഞ്ഞാൽ കുറ്റക്കാർ, അങ്ങനെയല്ല. നല്ല മിത്രത, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, മിത്രമാക്കുക, ആത്മമിത്രമാക്കുക. അതൊരു വലിയ ക്വാളിറ്റിയാണ്. അതാണ് ഒന്നാമത്തെ വാസന. രണ്ടാമത്, ദുഃഖിക്കുന്നവരോടും ദീനരോടും കരുണ കാണിക്കുക. കരുണ എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വാസനയാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇത് ഭാഗവത്തിൽ പറയുന്ന 4 സദ്വാസനകളാണ്. അല്ലാണ്ട് നമ്മുടെ വാസനകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. വാസനകളാണ് നമ്മളുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണമെന്നത്. ആ വാസനകളല്ല. 4 വാസനകളാണ്. മിത്രത, അത് കഴിഞ്ഞാൽ കരുണ, ആർദ്രത ഉണ്ടാവുക മനസ്സിന്, ചിത്തത്തിന്. പിന്നെ മുദിതം. മുദിതം എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരെയൊക്കെ പുണ്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ സന്തോഷമുണ്ടാവുക, ആനന്ദമുണ്ടാവുക. ആ ആനന്ദം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, അറിവാകുന്ന ആനന്ദം പകർന്നു കൊടുക്കുക. അതാണ് മുദിതം, അല്ലെ? അതിനുശേഷം ഉപേക്ഷ. ഉപേക്ഷ ശരിക്കും പാപികളോട് ക്ഷമിച്ച് അവരോടുള്ള ഉപേക്ഷ, അവരെ ഉപേക്ഷിക്കാനും കൂട്ടാം, അല്ലെങ്കിൽ അവരോട് ക്ഷമിച്ച് അവരെ നല്ല വഴിയിലേക്ക് നയിക്കാനും കൂട്ടാം. ഈ 4 ഗുണങ്ങളും സദ്ഗുണങ്ങളാണ്. നല്ലവരുടെ ചിത്തത്തിലുള്ള ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ വേണം. അതിന്റെ നല്ല ഗുണങ്ങളില് ആ ഗുണങ്ങളിൽ ലഭ്യയായവളാണ് ദേവി. അപ്പൊ ഇതുണ്ടോ, അവരുടെ ചിത്തത്തിൽ ദേവിയുടെ വാസമുണ്ടെന്ന് ഉറപ്പിച്ചോളുക. അതുകൊണ്ടാണ് ദേവി മൈത്രി ആദിവാസന ലഭ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോ ഈ നാമത്തോടു കൂടി നമുക്കിവിടെ അവസാനിപ്പിക്കാം. കാരണം മഹാപ്രളയ സാക്ഷിണി എന്നുള്ളത് കുറച്ച് കൂടുതൽ വിവരിക്കേണ്ടി വരും. 571 നാമം അത് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. ഇവിടെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.